ദ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞം ലെഫ്റ്റ് റൈറ്റ് വോയിസ് ചാനലിന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പലപ്പോഴും പല സ്റ്റോറികളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വിഴിഞ്ഞത്തെപ്പറ്റി നമുക്ക് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ പ്രേക്ഷകർ മാനിക്കുക, പറയാതിരിക്കാൻ വയ്യ, പറയാതെ വയ്യ. ചില മാപ്രകളും ചില യൂട്യൂബർമാരും വന്നിരുന്നിട്ട് തള്ളുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. എന്താ തള്ളല്? കേന്ദ്ര സർക്കാരിനെ തൊടില്ല, വിമർശിക്കില്ല. എല്ലാം കേരളത്തിലെ LDF സർക്കാർ, പിണറായി സർക്കാരിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ പിണറായി സർക്കാരിനെ ചൊറിയണം. അതിനകത്ത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അല്ലാതെ ട്രിവാൻഡ്രം വികസനമോ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം മറ്റ് വിഴിഞ്ഞത്തിൻ്റെ വികസനമോ ഒന്നല്ല വിഷയം. വന്നിട്ട് ചൊറിയാൻ എന്തെങ്കിലും അവസരം കിട്ടിയാൽ ചൊറിയുക. എന്തുകൊണ്ട് ആന്ധ്ര ചെയ്യുന്നു, അവിടെ കപ്പൽ നിർമ്മാണശാല വരുന്നു, പിന്നെ ഒഡീഷയിൽ വരുന്നു, തൂത്തുക്കുടി വരുന്നു, അവിടെ വരുന്നു, ഇവിടെ വരുന്നു, എന്ത് കേരളത്തിന് ചെയ്തുകൂടാ? പറയാൻ എളുപ്പമാണ്. പൂവാറിൽ കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഏറ്റവും അനുകൂലമായ ഒരു കടൽ പ്രദേശമാണ്, കടൽ തീരമാണ്. പക്ഷേ അവിടെ കപ്പൽ നിർമ്മാണശാല കേരളം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമോ? കേരളം ഒരു സംസ്ഥാനം മാത്രമാണ്, ഒരു കേന്ദ്ര സർക്കാരുണ്ടല്ലോ. അപ്പം അതിന് അനുമതികൾ വേണ്ടേ? പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ എല്ലാ അനുമതികളും ഇല്ലാതെ പിന്നെ പൂവാറിൽ കപ്പൽശാല വരുമോ? അദാനിയാണ് വിഴിഞ്ഞം പോർട്ട് ഓഫ് ട്രിവാൻഡ്രം മറ്റ് വിഴിഞ്ഞത്തിൻ്റെ നടത്തിപ്പ് അദാനിയാണ്. ഈ വന്നിരുന്ന് തള്ളുന്ന മാപ്രകളോട്, യൂട്യൂബർമാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മോദി അദാനി ഭായി ഭായി അല്ലേ? മോദി അദാനി ഭായി ഭായി, രണ്ടുപേരും ഗുജറാത്തികൾ. അവർ തമ്മിലുള്ള സൗഹൃദം ഈ ലോകം മുഴുവൻ അറിയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളുമായ അദാനി തമ്മിലുള്ള ബന്ധങ്ങൾ. അപ്പൊ അവർ തമ്മിൽ കൂടിയിട്ട് അങ്ങ് തീരുമാനിച്ച പോരെ? അദാനി തന്നെ പൂവാറിൽ കപ്പൽ നിർമ്മാണശാല പണിയട്ടെ, ആർക്കാ വിരോധം? അവർ തമ്മിൽ സംസാരിച്ച പോരെ? ഇതിൻ്റെ അകത്ത് കേരളത്തിനെ പിണറായി സർക്കാരിനെ പിടിച്ചിടുന്നത് എന്തിനാണ്? അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ നമ്മൾ എതിർക്കും. എന്താ രാഷ്ട്രീയം? അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് പറ്റും. ഇപ്പം കേന്ദ്ര സർക്കാർ ഹിന്ദുത്വ അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്. ഹിന്ദുയിസം വേറെ, ഹിന്ദുത്വ വേറെ. ഹിന്ദുയിസം ഒരു വിശ്വാസമാണ്, ഹിന്ദുമതം. ഹിന്ദുത്വ എന്ന് പറയുന്നത് RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. ട്രംപിസം ഒരു പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയമാണ്. എന്താ ട്രംപ് ആ വീഡിയോ നമ്മൾ ചെയ്തതാണ്. നാണം കെടുത്തി ഇന്ത്യക്കാരെ തിരിച്ചയച്ചത്. അവര് ഭൂരിപക്ഷം ഗുജറാത്തികൾ, പഞ്ചാബികൾ, മലയാളികൾ അതിൽ കാര്യമായിട്ടില്ലല്ലോ. അത് ട്രംപിസം ഒരു പൊളിറ്റിക്സ് ആണ്. ഹിന്ദുത്വ, മോദി സർക്കാരിന്റെ ഹിന്ദുത്വ ഒരു പൊളിറ്റിക്സ് ആണ്. കുംഭമേള ഒരു പൊളിറ്റിക്സ് ആക്കി മാറ്റി, ഒരു രാഷ്ട്രീയ പ്രവർത്തനമാക്കി അതിനെ മാറ്റി. അല്ല, വിശ്വാസം അല്ലത്. അപ്പൊ പിന്നെ കേരളത്തിലെ LDF സർക്കാരിന് മാത്രം രാഷ്ട്രീയം പാടില്ല, അജണ്ട പാടില്ല. അജണ്ടയുണ്ട്. എന്താണ് അജണ്ട? കേരളത്തിൽ ഇടതുപക്ഷം വീണ്ടും വീണ്ടും ഭരിക്കണം, അജണ്ടയുണ്ട്. അപ്പൊ വന്നിരുന്നിട്ട് വിമർശിക്കുകയാണ്. എന്തേ അദാനിയും മോദിയും കൂടെ അങ്ങ് തീരുമാനിച്ച പോരെ പൂവാറ് കപ്പൽശാല നിർമ്മിക്കാന്? കേന്ദ്ര അനുമതി എല്ലാം അദാനിക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ? പിന്നെന്തിനാ കേരളത്തെ പിടിച്ചിടുന്നത്? ആന്ധ്രാപ്രദേശിൽ അത് വരുന്നു, കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഇത്ര കോടി മുടക്കുന്നു, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ മുടക്കുന്നു, അല്ലെങ്കിൽ ഒഡീഷയെ മുടക്കുന്നു. പറയാനും എളുപ്പമാണ്. ഒഡീഷ ഭരിക്കുന്ന ആരാണ്? BJP. ആന്ധ്ര ഭരിക്കുന്ന ആരാണ്? BJPയുടെ സഖ്യകക്ഷി TDP, ചന്ദ്രബാബു നായിഡു. തമിഴ്നാട് പോട്ടെ, DMK ഗവൺമെന്റാണ്. DMK ഗവൺമെന്റിന്, MK സ്റ്റാലിന്റെ ഗവൺമെന്റിന് ആ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് കൃത്യമായിട്ട് അറിയാം. അവർ ചെയ്യുന്നുണ്ട്. കേരളവും ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ. ഈ വിഴിഞ്ഞ എങ്ങനെ യാഥാർത്ഥ്യമായി? വന്നിരുന്ന് തള്ളുന്ന യൂട്യൂബർമാർക്കും മാപ്രകൾക്കും മറുപടിയുണ്ടോ? എന്തെങ്കിലും മറുപടിയുണ്ടോ? അതുകൊണ്ട് ഈ വാദം, ഈ രാഷ്ട്രീയം വെച്ചിട്ടുള്ള ഈ കളി, അത് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. ലെഫ്റ്റ് റൈറ്റ് വോയിസ് അത് എതിർക്കുക തന്നെ ചെയ്യും. ഇതിന്റെ പിന്നിലെ ലക്ഷ്യം വിഴിഞ്ഞം, പോർട്ട് ഓഫ് ട്രിവാൻഡ്രം വിഴിഞ്ഞത്തിന്റെ വികസനമൊന്നുമല്ല, പൂവാർ കപ്പൽശാലയുടെ വികസനമൊന്നുമല്ല.
ഇതിന് പിന്നിൽ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും, ഒരു സംശയവും വേണ്ട.